അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ് മലയാളം പ്രവേശകമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. മുഹമ്മദ് ഇക്ബാലിൻ്റെ ശ്രദ്ധേയമായ കവിതയാണ് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത്. പേർഷ്യൻ ഉറുദു കവിയാണ് അദ്ദേഹം. മനുഷ്യസ്നേഹത്തിനും മാനവികതയ്ക്കും പ്രാധാന്യം നൽകുന്ന കവിയാണ്. സാരേ ജഹാംസെ അച്ഛ എന്ന അദ്ദേഹത്തിൻ്റെ വരികൾ പ്രസിദ്ധമാണ്. മുഹമ്മദ് ഇക്ബാലിൻ്റെ മനസ്സ് നന്നാവട്ടെ എന്ന വരികളാണ് യൂണിറ്റ് 1ൻ്റെ പ്രവേശകം. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യൻ്റെ പദവി. മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ്. ഇതിൻ്റെ ആശയത്തിലേക്ക് കടക്കുമ്പോൾ മനുഷ്യൻ്റെ പദവി എത്രമാത്രം മഹത്വമുള്ളതാണെന്ന് കവി പറയുന്നു. അത് സ്വർഗത്തേക്കാൾ ഉന്നതമാണ്. മനുഷ്യർ തമ്മിലുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ താളം മനുഷ്യൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലുമാണ്. എല്ലാ ജീവജാലങ്ങളെക്കാൾ ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും ആർക്കാണ് ഈശ്വരൻ നൽകിയിരിക്കുന്നത്? മനുഷ്യനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. മനുഷ്യനിലാണ് നന്മയും തിന്മയും ഉടലെടുക്കുന്നത്. മനുഷ്യൻ്റെ നന്മ ഭൂമിയെ സ്വർഗതുല്യമാക്കും, തിന്മ ഭൂമിയെ നരകതുല്യമാക്കും. എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും മനുഷ്യന് കഴിയണം. ജാതിപരമായ വേർതിരിവുകളോ അവഹേളിക്കലോ അവിടെ ഉണ്ടായിരിക്കരുത്. ജീവിതത്തെ ഗാനമായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ താളം മനുഷ്യനാണ്. താളം തെറ്റിയാൽ പാട്ടില്ലാതാകുന്നത് പോലെ മനുഷ്യൻ്റെ ദുഷ്പ്രവൃത്തികൾ മൂലം ഈ ലോകവും ഇല്ലാതാകും. മനുഷ്യത്വമാണ് ജീവിതത്തിൻ്റെ താളം. മുഹമ്മദ് ഇക്ബാലിൻ്റെ ഈ കവിതയിലെ ആശയത്തോട് സാമ്യമുള്ള കാവ്യഭാഗങ്ങൾ നമ്മുടെ മലയാള സാഹിത്യത്തിലുമുണ്ട്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഉള്ളൂരിൻ്റെ ഈ വരികൾ നമ്മളോട് പറയുന്നത് അന്യർക്കു വേണ്ടി നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അങ്ങനെയുള്ളവരാണ് ശരിക്കും വിവേകികളായിട്ടുള്ളവർ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളും ഇതേ ആശയമാണ് നമുക്ക് തരുന്നത്. ഒരാൾ സ്വന്തം സുഖത്തിനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരുടെ സുഖത്തിന് കൂടിയാവണം എന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനോടനുബന്ധമായി മനുഷ്യൻ ഇന്ന് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അതിനെ സംബന്ധിച്ച വാർത്തകൾ ഒക്കെ നമുക്ക് ശേഖരിച്ച് നമ്മുടെ നോട്ട് ബുക്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.